Hi guys. لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب تلالا لا لا نرضي الناس بما لا. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദ് ഷോപ്പിംഗ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ടൈപ്പ് ഓഫ് വ്ലോഗാണ്. ഐ എം സോ എക്സൈറ്റഡ്. ശരിക്കും ഞാനിങ്ങനെ കുറേ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇരിക്കും. ഞാനൊക്കെ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ ഇരിക്കും മാതിരി വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹിച്ച് ഫൈനലി ഞാനും എൻ്റെ ഫസ്റ്റ് ഈദ് ഷോപ്പിംഗ് വ്ലോഗ് അത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നതിനൊക്കെ മുന്നേ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കോമെൻറ്റ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം പ്ലീസ്. അപ്പോൾ എല്ലാവരോടും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം ലേറ്റായി ഇതിന് വോയിസ് കൊടുക്കാനും എല്ലാത്തിനും. പിന്നെ അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കാണുന്നതിനേക്കാൾ മുന്നേ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഈദ് ഷോപ്പിംഗ് ആണ്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. അതായത് ഈദ് ഷോപ്പിംഗ്, ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്, അത് ഞാൻ കുറച്ച് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈദ് പ്രിപ്പറേഷൻസ്, പിന്നെ ഇഫ്താർ ഡേറ്റ്, പിന്നെ അതുമാതിരി ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞാൻ ഈദ് ഷോപ്പിങ്ങിന് പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ സൈലോറിലായിരുന്നു. അവിടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ട് പോയതാണ്. പറഞ്ഞ മാതിരി തന്നെ നല്ല അടിപൊളി പ്രിറ്റി കളക്ഷൻസാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടുത്തെ. എനിക്ക് അവിടുന്ന് എല്ലാം നല്ല ക്യൂട്ട് പിൻട്രസ്റ്റി പ്രിറ്റി ഡ്രസ്സസ് എനിക്ക് അവിടുന്ന് കിട്ടി. മുസ്ര സിസ്റ്റർക്കും കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് അതെടുത്ത്, പിന്നെ എന്താ പറയുക, ഈ ഒരു ഇതിൽ ഷോപ്പിങ്ങിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നോമ്പ് തുറക്കാനാണ് ഇറങ്ങിയത്. നോമ്പ് തുറക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു, ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോട്ടക്കൽ സൈനിലാണ് പോയത്. അവിടുന്ന് തെക്രിയാത്തിൽ പോയിട്ട് ഇഫ്താറിന് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്കിന്ന് രക്ഷപ്പെട്ടു. പിന്നെ പാർക്കിങ്ങൊന്നും ഭയങ്കര കഷ്ടമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടി പാർക്ക് ചെയ്യാൻ, അത്രക്കും തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈമായി. നമ്മൾ നോമ്പൊക്കെ തുറന്ന് ബത്തക്ക ജ്യൂസും പിന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ ഹലീമും ഫ്രൈസും പിന്നെ എന്തോ ഒരു ഷവർമ മാതിരി എന്തോ ഒരു പോക്കറ്റ് സാധനം, പിന്നെ കട്ട്ലറ്റ് മറ്റെന്തോ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ നോമ്പ് ഫസ്റ്റ് മുതൽ പ്ലാൻ ചെയ്യണതാണ് ഒരു ഇഫ്താർ ഡേറ്റ്. പക്ഷേ ഒന്നിനും ക്ലാസ് ആയിട്ടും എക്സാംസ് ആയിട്ടും ഒന്നിനും ഒരു സമയവും കിട്ടിയിട്ടുണ്ടായില്ല. അവസാനം ലാസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് നോമ്പ് തുറക്കാനൊരു എന്താ പറയുക ഇഫ്താർ ഡേറ്റ് ആയിട്ട് കിട്ടിയത്. അതെന്തായാലും അൽഹംദുലില്ലാ നന്നായി, റാഹത്തായി. പിന്നെ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ ആൻഡ് ബീഫ് കബാബ്സും പിന്നെ ഫ്രൈസും റൈസും റൊട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം തിരിച്ച് എനിക്ക് റൂമിൽ പോകണമായിരുന്നു. അങ്ങനെ മോസിനെ റൂമിലാക്കിയിട്ട് അവൻ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വ്ളോഗ് വരുന്നത് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ്. അങ്ങനെ അതും തീർത്ത് വീട്ടിൽ വന്ന് മെഹന്തി ഇട്ട്, കുറേ കാലത്തിന് ശേഷമാണ് മെഹന്തി ഇടുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്, കാരണം കുറേ കാലമായിട്ട് എന്താ പറയുക മെഹന്തി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. ബിക്കോസ് എന്താ പറയുക അതിൻ്റെ ഒക്കെ ഒരു മൂഡ് പോയ ടൈമായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തോ എനിക്ക് യൂട്യൂബിൽ ഇടണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഓവർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോന്ന് അറിയില്ല. എല്ലാത്തിൻ്റെയും ക്ലിപ്സ് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം ഒന്നിൽ തന്നെ ആക്കാൻ വിചാരിച്ച് അങ്ങനെ ഇത് ചെയ്യണതാണ്. അതായത് ഈദ് ഷോപ്പിങ്, ഇഫ്താർ ഡേറ്റ്,
ഈദ് പ്രിപ്പറേഷൻസ്, ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്, ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം ഒന്നിലാക്കാൻ വിചാരിച്ച്. എന്നാൽ ടൈം കണക്കാവുള്ളൂ. പിന്നെ മെഹന്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൊല്ലം ഉമ്മാൻ്റെ കൈമല്ലൊരു മെഹന്തിട്ട് കൊളാക്കലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം സാധിച്ചു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ മന്തിയാണ് ഉണ്ടാക്കുന്നത്, അതായത് ഈദിന് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മന്തി ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിക്കണം എന്ന് പ്രത്യേകം അമ്മയോട് പറഞ്ഞതാണ്. പക്ഷേ ഉമ്മ എന്നെ കാത്തിക്കാതെ മന്തിയൊക്കെ ഓൾറെഡി പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. എനിക്ക് ഇത് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഉമ്മാനെ ഹെൽപ്പാക്കാൻ പറ്റില്ല. പിന്നെ അവസാനം മുളക് കുത്തിവെക്കൽ ഞാൻ ചെയ്തു. അങ്ങനെ മന്തിയൊക്കെ റെഡിയായി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഒക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ എനിക്കുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയനൈസ് ഉണ്ടാക്കലാണ്. എൻ്റെ വീട്ടിൽ മയനൈസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഞാനാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് മയനൈസ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോവും എഗ്ഗും ബോയിൽ ചെയ്തെടുത്ത് ചൂടാറിയതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് മറ്റേ വെളുത്തുള്ളിയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് പിന്നെ ഓയിലും ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനീഗറും ചേർത്തിട്ട് നല്ല മാതിരി അടിച്ചെടുത്താൽ എൻ്റെ സ്പെഷ്യൽ മൈനസ് ഉണ്ട്. എൻ്റെ സ്പെഷ്യൽ എന്നല്ല, ഇത് ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കൽ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കലാണ് അടിപൊളി. അങ്ങനെ ഞാൻ മൈനൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കലാണ്. എല്ലാ കൊല്ലവും പായസം അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കൽ പെരുന്നാൾക്ക്. അതായത് ഇവിടെ പെരുന്നാൾക്ക് ഒരു മധുരം നിർബന്ധം. അപ്പോൾ പായസം ഉണ്ടാക്കും, സേമിയ പായസം, അടപ്രഥമൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും, പാലട പായസം എന്തൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിച്ചു. കാരണം തരിക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് മടുത്ത്. അപ്പോൾ തരിക്കഞ്ഞി ഏകദേശം ഒരു പായസം ലുക്ക് തന്നെയല്ലേ. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റിക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അതിനായിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു. ആപ്പിളും മാംഗോ ബനാനയും പിന്നെ ഗ്രേപ്സും, ഗ്രീൻ ഗ്രേപ്സ് പച്ചമുന്തിരി അതും മുറിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഡേറ്റ്സും നട്ട്സും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റാർഡ് ക്രീമിനായിട്ട് കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ പാലൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒഴിച്ച് അതൊന്ന് ബോയിലായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് നന്നാക്കി കുറുക്കിയെടുക്കുക. സംഭവം സെറ്റ്. അപ്പം ഞാനിപ്പോൾ ഇതും കസ്റ്റാർഡും ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കണത്. ഇപ്പോൾ ഇത് താത്തയാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കൽ വീട്ടിൽ കസ്റ്റാർഡൊക്കെ. ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കസ്റ്റാർഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അടിയിൽ പിടിച്ചുകൊണ്ട് പാത്രം നൈസായിട്ടൊന്ന് മാറ്റി. അങ്ങനെ ചൂടാറിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. പിന്നെ ഉമ്മാൻ്റെ പൂച്ചയാണിത്. ഉമ്മ എപ്പോഴും ഇതിന് ഫുഡ് കൊടുക്കും. ഉമ്മാക്ക് ഞങ്ങൾ മക്കളൊക്കെ കാര്യമാണ് ഈ പൂച്ചനോട്. അങ്ങനെ അതിന് ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം പിന്നെ ഞാൻ ഫ്രഷായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയും പിന്നെ ഈദ് വ്ളോഗും എല്ലാം ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറ്റവും തെറ്റും കുറവുകളൊക്കെ കാണും. അതൊക്കെ നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക. എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് അത് പീക്കാണ് എനിക്ക്. ഭയങ്കര എന്താ പറയുക, ഞാൻ വിചാരിച്ച മാതിരിയല്ല സംഭവം അവസാനം ആയത്. എങ്കിലും ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാതെ വയ്യ. ഞാൻ ഉദ്ദേശിച്ചത് ഈദ് ഷോപ്പിംഗ് വേറെ വ്ളോഗ്, അതുമാതിരി ഈദ് ഡേറ്റ് വേറെ വ്ളോഗ്, ഇഫ്താർ ഡേറ്റ് വേറെ വ്ളോഗ്, പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ വേറെ വ്ളോഗ്, പ്രിപ്പറേഷൻസ് വേറെ, ഗെറ്റ് റെഡി, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കണം എന്നായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ. പക്ഷേ അതിനൊത്ത സമയവും സന്ദർഭവും റെഡിയായില്ല. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യണതാണിത്. പിന്നെ ഞാൻ മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസും ആക്നീസും വന്ന കാരണം ഒന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയറും പിന്നെ ജസ്റ്റ് ഐലൈനർ ലിപ്സ്റ്റിക് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ലിപ് ഗ്ലോസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കത് മൂസി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അത് ഒരു കുട്ടി എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇഫ്താർ വ്ളോഗിൽ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ
അത് മറന്നിട്ടില്ല. ഇപ്പോഴാണ് അതിനൊന്ന് പറഞ്ഞു തരാനുള്ള ഒരു സന്ദർഭം കിട്ടിയത്. അപ്പോൾ അതാണ് സംഭവം, മാഴ്സിൻ്റെ ടോഫി 12. പിന്നെ ഹെയർ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് സെറം ഇട്ട് പിന്നെ മാൻഡറ്ററി വാച്ചിട്ട് സെറ്റായി. പിന്നെ സ്പ്രേ പെർഫ്യൂം അത് മസ്റ്റാണ്, ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് പെർഫ്യൂമാണ്. അങ്ങനെ അതും കൂടെ അടിച്ച് ലുക്ക് കംപ്ലീറ്റ് ചെയ്ത്. പെർഫ്യൂം എൻ്റെ ഫേവറേറ്റ് ആണ്. സാധാരണ എനിക്ക് പെർഫ്യൂംസ് ഒന്നും തീരെ പറ്റില്ല, ഭയങ്കരമായിട്ട് തലവേദന കാര്യങ്ങളൊക്കെ എടുക്കും. ബട്ട് ഇതിൻ്റെ ഫേവറേറ്റ് ആണ്, ഭയങ്കര എനിക്ക് പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസ് ആണ് ഇതിന്. വേറെ മേക്കപ്പ് ഒന്നും ഇടാൻ തോന്നില്ല, മുഖാകെ പിന്നേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, ഈദ് മുബാറക്. മുബാറക്, ഈദ് ഈദ് മുബാറക്. മുബാറക്. അയ്യോ അങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ ഇടയ്ക്ക് ആസി വന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ അവനെയും പിടിച്ചിട്ട് ഒരു ഫിച്ചക്കൊക്കെ ഏകദേശം ഒരു ഫിച്ചൊക്കെ ആയപ്പോൾ തന്നെ ഇവനിറങ്ങി ഓടി. അങ്ങനെ അതും പാളിപ്പോയി. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരുങ്ങി മാറ്റിയിട്ടും എനിക്കൊരു ഫോട്ടോ പോലും നല്ലത് കിട്ടിയില്ല. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ എൻ്റെ ഈദ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്ലിപ്സൊക്കെയാണ്. പിന്നെ കുറച്ച് സ്നാപ്പ്. എല്ലാവരും ഈദായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസും പോസ്റ്റും റീൽസും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക അടിപൊളിയാക്കുമ്പോൾ എനിക്ക് ഒരൊറ്റ നല്ല ഫോട്ടോ പോലും കിട്ടിയില്ല. ഭയങ്കരമായിട്ട് സാഡായിരുന്നു ഞാൻ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയിക്കണം, അതൊന്ന് ആക്റ്റീവ് ആക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞു മീൻസ് മാറ്റി ഒരുങ്ങി എല്ലാം കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം, നല്ല മന്തി കഴിക്കണം. പിന്നെ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഫസ്റ്റ് ടൈമാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത്, പെരുന്നാളിനൊക്കെ ഒരുങ്ങുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് മൈലാഞ്ചി ഇടുന്നത്. കുറച്ചൊക്കെ പാളിയെങ്കിലും നൈസാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, പിന്നെ ഞാൻ ഫുഡ് കഴിക്കട്ടെ, മന്തി കഴിക്കട്ടെ. അങ്ങനെ ഇമ്മാൻ്റെ മന്തിയൊക്കെ കഴിച്ചു. ഉമ്മാൻ്റെ മന്തി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, എൻ്റെ ഫേവറേറ്റാണ്. ഉമ്മാൻ്റെ എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉമ്മാൻ്റെ ഫുഡ് അടിപൊളിയാണ്. പിന്നെ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കിയ കസ്റ്റാർഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈദ് വ്ളോഗ്. എനിക്കറിയാം അതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, ഇതെങ്ങനെ എല്ലാം പാടെ കൂട്ടിയിട്ട് ഉണ്ടാക്കേണ്ടത് പോലും കൺഫ്യൂഷനായിരുന്നു എനിക്ക്. കാരണം ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്, കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത കൊല്ലത്തെ പെരുന്നാൾ എല്ലാം അടിപൊളിയാക്കണം ഇൻഷാ അല്ലാ. അപ്പോഴത്തേക്കും കുറേ എല്ലാം മെച്ചപ്പെടുത്തി വരണം, എല്ലാ മിസ്റ്റേക്സും ക്ലിയർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗായ്സ്, വൺസ് അഗെയിൻ എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.